നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM രാഷ്ട്രീയത്തിൽ കാലങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഭാഗീയതയുടെ കനലുകൾ വീണ്ടും ജ്വലിപ്പിച്ചുകൊണ്ടാണ് മുതിർന്ന നേതാവ് G. സുധാകരൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വീണ്ടും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മൂർഖൻ പാമ്പിനെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നോവിച്ചു വിട്ടിരിക്കുന്നത്. ഇപ്പോൾ GS നടത്തുന്ന പല പ്രസ്താവനകളും, അത് ഉണ്ടാക്കാൻ പോകുന്ന കോളിളക്കം, അതിൻ്റെ തീവ്രത എത്രത്തോളം വലുതാകും എന്നുള്ളതാണ് ഇനി കേരളം കാണാൻ പോകുന്നത്. ഇപ്പോഴിതാ പഴയൊരു വിവാദ വിഷയം എടുത്തിട്ടിരിക്കുകയാണ് GS സുധാകരൻ. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി ചെറിയാനുമെതിരെ സുധാകരൻ നേരിട്ട് വിരൽ ചൂണ്ടിയതോടെ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ. കേവലം ഒരു ആരോപണത്തിനപ്പുറം വരും ദിവസങ്ങളിൽ സുധാകരൻ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തുവിടുമോ എന്ന ഭീതിയിലാണ് CPM നേതൃത്വം നിലവിലുള്ളത്. കാരണം ഏപ്രിൽ 9 ജനം വിധിയെഴുതും. മൂന്നാമതും പിണറായി സർക്കാർ വേണമോ അതോ ഒരു ഭരണമാറ്റമാണോ ജനം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു വേളയിൽ നടക്കുന്ന പല രാഷ്ട്രീയ ആരോപണങ്ങളും, പല പ്രചാരണ വേളയിൽ സ്ഥാനാർത്ഥികൾ സംസാരിക്കുന്ന വിഷയങ്ങളാണെങ്കിലൊക്കെ തന്നെ ജനമത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ G. സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് നടത്തുന്ന പ്രസ്താവനകൾ അത് വലിയ രീതിയിൽ തന്നെ CPM നേതൃത്വത്തെ പിടിച്ചുലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോംബ്, അത് ഈ ഒരു സംഭവത്തിനെ കുറച്ച് വർഷം പുറകിലേക്ക് സഞ്ചരിക്കണം. 2013 ഒക്ടോബർ 31 പുലർച്ചെ 1:30 ആലപ്പുഴ കഞ്ഞിക്കുഴി കണ്ണാർക്കാട്ടുള്ള സഖാവ് P. കൃഷ്ണപിള്ള സ്മാരകവും അതിനോട് ചേർന്നുള്ള പ്രതിമയും തകർക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് സ്ഥാപകനായിരുന്ന കൃഷ്ണപിള്ള അവസാന നാളുകൾ ചിലവഴിച്ചത് കണ്ണാർക്കാട് ചെല്ലിക്കണ്ടത്ത് വീട്ടിലായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് പാമ്പുകടി ഏറ്റുമരിക്കുന്നത്. അത് പിന്നീട് CPM സ്മാരകമാക്കുകയായിരുന്നു. അന്ന് ഈ ഒരു വിഷയം നടക്കുന്ന 2013 കാലഘട്ടത്തിലൊക്കെ തന്നെ CPM-ൽ VS പിണറായി പക്ഷങ്ങളുടെ വിഭാഗീയത രൂക്ഷമായിരുന്ന കാലമായിരുന്നു. ഈ ഒരു സംഭവത്തിൽ നടന്ന സ്മാരക ആക്രമണം വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. വിഭാഗീയതയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്ന് സംഭവത്തിൽ പോലീസ് കേസിലെ 5 പ്രതികളും CPM പ്രവർത്തകരായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ലതീഷ് B. ചന്ദ്രൻ 1-ാം പ്രതിയും അന്നത്തെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. സാബു 2-ാം പ്രതിയുമായി. ദീപു രാജേഷ്, പ്രമോദ് എന്നിവർ മറ്റു പ്രതികൾ. പിന്നീട് 2020 ജൂലൈ 30 എല്ലാ പ്രതികളെയും കോടതി വിട്ടയച്ചു. കേസിൽ CPM അപ്പീൽ നൽകിയില്ല. 1ഉം 2ഉം പ്രതികളെ കഴിഞ്ഞ വർഷം പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. VS പക്ഷക്കാരെ പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് അന്ന് കുറ്റപത്രം നൽകിയത് പിണറായി പക്ഷത്തിൻ്റെ ആസൂത്രിത നീക്കമായിരുന്നുവെന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. 2020 തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി എല്ലാ പ്രതികളെയും വിട്ടയച്ചപ്പോൾ CPM അപ്പീലിന് പോകാതിരുന്നത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണെന്ന സുധാകരൻ്റെ വാദം ഇപ്പോൾ ശരിവെക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും സുധാകരൻ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ CPM നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും പാർട്ടി കാര്യങ്ങളിൽ ദശാബ്ദങ്ങളായി ആധിപത്യം പുലർത്തിയിരുന്ന സുധാകരനെ പാർട്ടിയുടെ അടിയൊഴുക്കുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹം ഇന്ന് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, അന്ന് ഈ സംഭവം പുലർച്ചെ 1:30 നടന്നിരിക്കുന്നത്. അന്ന് പുലർച്ചെ നടന്ന സംഭവത്തിൽ സജി ചെറിയാൻ അവിടേക്ക് വളരെ വേഗത്തിലെത്തി. അത്ര വേഗത്തിൽ അവിടെ എങ്ങനെ എത്തി എന്ന സുധാകരൻ്റെ ചോദ്യം വലിയൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനും കൃത്യമായ അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചതും സ്മാരകം തകർത്ത യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്നുള്ള സുധാകരൻ്റെ പ്രസ്താവനയും പിണറായിയുടെ വിശ്വസ്തർക്കും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് സജി ചെറിയാൻ സുധാകരനെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്. സുധാകരന്റെ പ്രസ്താവന പരാജയഭീതി കൊണ്ടാണെന്നാണ്, അദ്ദേഹം അധംപതിച്ചു പോയെന്നാണ് സജി ചെറിയാൻ ആരോപിക്കുന്നത്. പക്ഷേ സജി ചെറിയാൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും
GS സുധാകരൻ ഉന്നയിച്ച കൃത്യമായ ചോദ്യങ്ങൾക്ക് പാർട്ടിക്ക് മറുപടിയില്ല. സംസ്ഥാനത്തൊരു ഭരണമാറ്റമുണ്ടായാൽ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ട കേസ് പുനരന്വേഷിക്കാൻ സാധ്യത ഏറെയാണ്. നിലവിലെ കോടതി വിധിയിൽ അപ്പീൽ നൽകാതിരുന്ന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നീക്കം പുതിയൊരു അന്വേഷണത്തിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പല പ്രമുഖരും പ്രതിക്കൂട്ടിലാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. സ്മാരകം തകർത്തവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തതും അവർക്ക് പദവികൾ നൽകിയതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ CPM-ന് അത് വലിയ ധാർമ്മിക പ്രഹരമാകും. സുധാകരൻ തന്റെ പാർട്ടി വിരുദ്ധ നിലപാട് പരസ്യമാക്കിയത് ആലപ്പുഴയിൽ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. പാർട്ടിയുടെ ആദർശ പുരുഷനായ കൃഷ്ണപിള്ളയുടെ സ്മാരകം സ്വന്തം സഖാക്കൾ തന്നെ തകർത്തു എന്ന സുധാകരന്റെ വാക്കുകൾ അണികളെയും ചിന്തിപ്പിക്കുന്നുണ്ട്. സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹത്തെ തള്ളിപ്പറയാൻ നേതൃത്വം കാട്ടുന്ന തിടുക്കം കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് അദ്ദേഹത്തെ നയിക്കാനാണ് സാധ്യത. UDF കാലത്ത് നടന്ന അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് CPM-ലെ ഒരു വിഭാഗത്തിന്റെ ഇടപെടൽ മൂലമാണെന്ന സുധാകരന്റെ ആക്ഷേപം ഗൗരവകരമാണ്. അന്ന് ലതീഷ് പി ചന്ദ്രനെ പോലുള്ളവരെ പ്രതികളാക്കി VS പക്ഷത്തെ തളർത്താൻ പിണറായി വിഭാഗം നടത്തിയ നീക്കം ഇപ്പോൾ തിരിഞ്ഞ് കൊത്തുകയാണ്. VS പക്ഷത്തെ വെട്ടിനിരത്താൻ പാർട്ടി സ്വീകരിച്ച അധാർമിക വഴികൾ ഓരോന്നായി പുറത്തു വരുന്നതും പാർട്ടിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കും. സുധാകരന്റെ ആരോപണങ്ങളെ പ്രതിപക്ഷം വലിയ ആയുധമാക്കാനാണ് സാധ്യത. കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ട കേസിൽ പുനരന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഭരണമാറ്റമുണ്ടായാൽ ആദ്യ പരിഗണന നൽകുന്ന കേസുകളിൽ ഒന്നായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. സുധാകരൻ ഉന്നയിച്ച യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ലോകം അറിയണമെന്ന വാശിയിലാണ് VS പക്ഷത്തെ പഴയ പ്രവർത്തകരും. മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം സുധാകരന്റെ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമല്ല. സുധാകരൻ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നെന്ന ആരോപണം ഉയർത്തി വിഷയം വഴിതിരിച്ചു വിടാനാണ് സജി ചെറിയാൻ ശ്രമിക്കുന്നത്. എന്നാൽ വിപ്ലവ സ്മാരകം തകർക്കപ്പെട്ട അന്ന് പുലർച്ചെ ഉണ്ടായ അസ്വാഭാവിക നീക്കങ്ങൾ സുധാകരൻ ഓരോന്നായി എണ്ണമിട്ട് പറയുമ്പോൾ സജി ചെറിയാനെ പ്രതിരോധം കഠിനമാകും. വരും ദിവസങ്ങളിൽ സുധാകരന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അത് പിണറായി സർക്കാരിന് തിരിച്ചടിയാകും. അന്ന് പക്ഷേ സംഭവം അറിഞ്ഞ് VS-ഉം പിണറായി വിജയനും സ്ഥലത്തെത്തിയിരുന്നു. വലിയ പൊതുസമ്മേളനവും നടത്തി. ശക്തമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും അന്ന് നടന്നിട്ടുള്ള പാർട്ടിക്കുള്ളിലെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു കനൽ മാത്രമാണ് ഇപ്പോൾ സുധാകരൻ തൊടുത്തുവിട്ടിരിക്കുന്നത്. ചെറിയൊരു കനൽ മാത്രം മതിയല്ലോ വലിയൊരു ആളിക്കത്തൽ സംഭവിക്കാനായിട്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിനെ എന്തുത്തരമാണ് ജനങ്ങൾ നൽകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.